ഞാനൊരു പരീക്ഷയാണ് നിങ്ങൾക്ക് തരുന്നത്. വരികൾ, കൃതികൾ, എഴുത്തുകാർ. ഈ ഭാഗത്ത് നിന്ന് 10 മാർക്കിൻ്റെ കഴിഞ്ഞ PSC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അത് നിങ്ങളൊന്ന് എഴുതി നോക്കുക, എന്നിട്ട് മാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കുക. ആദ്യത്തെ ചോദ്യം: ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാ മിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വയലാർ രാമവർമ്മയുടെ ഈ കാവ്യശകലം ഏത് കവിതയിൽ നിന്നാണ്? ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ മുളങ്കാട്, ബി തൂലികപ്പടയാളി, സി തീജാലകൾ, ഡി അശ്വമേധം. എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, അശ്വമേധം. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാ മിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വയലാർ രാമവർമ്മയുടെ അശ്വമേധം എന്ന കൃതിയിലേതാണ്. അടുത്ത ചോദ്യം പറയാണ്: ഉയിരിൻ കൊലക്കുടുക്കാവും കയറിനെ യുഴിഞ്ഞൂനാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവ് ആര്? ഓപ്ഷൻസ്: എ പി കുഞ്ഞിരാമൻ നായർ, ബി ഇടശ്ശേരി ഗോവിന്ദൻ നായർ, സി വള്ളത്തോൾ നാരായണ മേനോൻ, ഡി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഇനി മൂന്നാമത്തെ ചോദ്യം. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ്. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ ഭാവന ഭാരത ഹിരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാര്? ഓപ്ഷൻസ്: എ ബോധേശ്വരൻ, ബി ചങ്ങമ്പുഴ, സി പി കുഞ്ഞിരാമൻ നായർ, ഡി വള്ളത്തോട്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ബോധേശ്വരൻ. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹിരണി എന്ന് തുടങ്ങുന്ന വരികൾ ബോധേശ്വരൻ്റെതാണ്. ഇനി നാലാമത്തെ ചോദ്യം. കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ആടുജീവിതം, ബി ഖസാക്കിൻ്റെ ഇതിഹാസം, സി മതിലുകൾ, ഡി രണ്ടാമൂഴം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഖസാക്കിൻ്റെ ഇതിഹാസം. ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻസ്: എ ശ്രീനാരായണ ഗുരു, ബി കുമാരനാശാൻ, സി വള്ളത്തോൾ, ഡി പി പി രാമചന്ദ്രൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി കുമാരനാശാൻ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അടുത്ത ചോദ്യം. താരിതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ, പാപശിലാകൂടത്തിനുമുയരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻസ്: എ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ വിട, ബി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കടൽക്കാക്കകൾ, സി സുഗതകുമാരി ഇരുൾച്ചിറകുകൾ, ഡി സുഗതകുമാരി പാവം മാനവ ഹൃദയം. ഞാൻ ആൻസർ പറയാണ്. ഓപ്ഷൻ സി സുഗതകുമാരി ഇരുൾച്ചിറകുകൾ. വരി ഒന്നുകൂടി ഓർത്തു വെക്കാം. താരിതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ, പാപശിലാകൂടത്തിനുമുയരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ. അടുത്ത ചോദ്യമാണ്. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചു കീറിനാൻ നേരിനെ കാട്ടാം. വൈലോപ്പിള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണിത്? ഓപ്ഷൻസ്: എ കന്നിക്കൊയ്ത്ത്, ബി കുടിയൊഴിക്കൽ, സി മകരക്കൊയ്ത്ത്, ഡി കയ്പവല്ലരി. എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ ബി കുടിയൊഴിക്കൽ. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചു കീറിനാൻ നേരിനെ കാട്ടാം. വൈലോപ്പിള്ളിയുടെ കൃതി കുടിയൊഴിക്കൽ എന്ന കൃതിയിലെ വരികളാണ്. അടുത്ത ചോദ്യം നോക്കാം. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്. ഈ വരികൾ ആരെഴുതിയതാണ്? ഓപ്ഷൻസ്: എ ഉള്ളൂർ, ബി കുമാരനാശാൻ, സി ONV കുറുപ്പ്, ഡി കുഞ്ഞുണ്ണി. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ONV കുറുപ്പ്. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്. ONVയുടെ വരികളാണ്, ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യമാണ് നോക്കുന്നത്. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികൾ? ഓപ്ഷൻസ്: എ അയ്യപ്പ പണിക്കർ, ബി സുഗതകുമാരി, സി പി പി രാമചന്ദ്രൻ, ഡി കടമ്മനിട്ട. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി പി പി രാമചന്ദ്രൻ. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. പി പി രാമചന്ദ്രൻ്റെ വരികൾ. ഇന്നത്തെ പരീക്ഷയുടെ അവസാനത്തെ ചോദ്യമാണ്. നിന്ദയുണ്ടാ മൂളലിൽ എങ്ങനെ രഞ്ജിക്കാനാണെന്നുടെ സങ്കല്പവും നിന്നുടെ യാഥാർത്ഥ്യവും. വൈലോപ്പിള്ളിയുടെ ഏത് കവിതയിലേതാണ് ഈ വരികൾ? ഓപ്ഷൻസ്: എ സഹ്യൻ്റെ മകൻ, ബി കാക്ക, സി കണ്ണീർപ്പാടം, ഡി മാമ്പഴം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി കണ്ണീർപ്പാടം. നിന്ദയുണ്ടാ മൂളലിൽ എങ്ങനെ രഞ്ജിക്കാനാണെന്നുടെ സങ്കല്പവും നിന്നുടെ യാഥാർത്ഥ്യവും. വൈലോപ്പിള്ളിയുടെ വരികളാണ് കണ്ണീർപ്പാടം എന്ന കവിതയിൽ. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും പരീക്ഷ? മാർക്കൊന്ന് കമൻറ്റ് ചെയ്യണേ.
ഇതുപോലെ വരികൾ കൃതികൾ എഴുത്തുകാർ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പാർട്ട് 1 എന്നുള്ള രീതിയിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലും 10 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒത്തിരി വായിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടുള്ളവർ മാക്സിമം PYQ നോക്കി പോവുക. വീഡിയോ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കുക. ഞാൻ അടുത്ത ടോപ്പിക്കായിട്ട് ഉടൻ തന്നെ വരും. നമുക്ക് 10 മാർക്കിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാം. താങ്ക് യു.